നമസ്തേ. പണ്ടൊക്കെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ച് നടത്തുമായിരുന്നു. ഇപ്പോൾ ഡേറ്റിങ്ങിൻ്റെ യുഗത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അതായത് യുവതി യുവാക്കൾ തന്നെ പരസ്പരം സംസാരിക്കുകയും അല്ലെങ്കിൽ പല രീതിയിൽ മുന്നോട്ട് പോവുകയും അതിനുശേഷം ഈ പറയുന്ന വ്യക്തി തങ്ങൾക്ക് ഇണങ്ങിയതായിട്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ആളാണോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ബന്ധത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, മുൻപ് പല അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രണയവിവാഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണോ ഇപ്പോൾ ഈ ഡേറ്റിങ്ങിൻ്റെ യുഗത്തിൽ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിലാണോ കൂടുതൽ വിവാഹമോചനങ്ങളും അല്ലെങ്കിൽ വിവാഹേതരമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യത്തിനെക്കുറിച്ച് പ്രധാനമായിട്ടും നമ്മുടെ ഈ സമൂഹം ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കിന്നറിയാം, ബേസിക്കലി ഒരുപാട് ഡിവോഴ്സ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ പിന്നീട് കുട്ടികൾ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ വളരെ പ്രായമെത്തിയതിന് ശേഷം ഇങ്ങനെയൊക്കെ പല രീതിയിൽ ആളുകൾക്ക് ഒത്തുപോകാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണ്. പ്രധാനമായിട്ടും ഈ ബന്ധങ്ങളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കർമ്മബന്ധങ്ങൾ അല്ലെങ്കിൽ മുൻപ് നമ്മൾ ചെയ്തതായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ കർമ്മ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില തിരിച്ചടികളാണോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു യുവാവുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹവും ഇതുപോലെ ഇങ്ങനെ വിവാഹം നോക്കുകയാണ്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നോക്കുന്നതിനോടൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള രീതികളിലും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും വന്ന് പറയുന്നത് പല ട്രോമയുടെ കഥയാണ് എന്നുള്ളതാണ്. അതായത് മുൻപുണ്ടായിട്ടുള്ള ബന്ധങ്ങൾ, അതിൽ നിന്നുള്ള ട്രോമ, സ്വഭാവ വ്യത്യാസങ്ങൾ, ഇതോടുകൂടിയൊക്കെ തങ്ങളെ അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്നുള്ളതാണ്. എന്നാൽ അവർ ആ ട്രോമയിൽ നിന്ന് മുക്തി നേടാനായിട്ടുള്ള ശ്രമമല്ല, അവർ ആ ട്രോമ വഹിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഭാരങ്ങൾ മനസ്സിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ജീവിതങ്ങൾ അനേകമാണ് എന്നുള്ളതാണ്. അവർക്ക് ബന്ധങ്ങളിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അവർക്ക് കുടുംബത്തിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അവർക്ക് ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അവർക്ക് ഓവറോൾ ആയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അർത്ഥം ലഭിക്കുന്നില്ല, എയിം ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനസ്സിൽ ഭാരവുമായിട്ട് കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം പതിയെ ഈ ഭാരങ്ങൾ അഴിയുകയാണ്, ഈ ട്രോമ അവസാനിക്കുകയാണ്, ഈ ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാതാവുകയാണ്. അതെപ്പോഴാണ് നടക്കുന്നത്? നമ്മൾ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ കാർമിക് ഡെപ്റ്റിൽ നിന്ന് നമ്മൾ മുക്തി പ്രാപിക്കാനായിട്ട് തുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണിത്. ചിലപ്പോൾ ഇത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിൻ്റെ ഫലമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അതിലേക്ക് ഇടപെടുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത് കൊണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കിങ്ങനെ വളരെ കാലം മനസ്സിൽ വഹിച്ചുകൊണ്ട് നടന്നതായിട്ടുള്ള ഒരു ഭാരം നമ്മളിൽ നിന്ന് പതിയെ ഇറക്കി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർമ്മത്തിൻ്റെ കെട്ടിൽ നിന്ന് അഴിയുകയാണ് എന്നുള്ളതാണ്. സോ കർമ്മയാണ് പലപ്പോഴും നമ്മളെ കുറ്റബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കർമ്മയാണ് പലപ്പോഴും നമ്മളെ ഇങ്ങനെ കാർമിക് ഡെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ പല തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക്, ട്രോമയിലേക്കൊക്കെ നിലനിർത്തുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മുൻപ് ചെയ്തതായിട്ടുള്ള തെറ്റുകൾ, ഈ തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല, നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളുണ്ട്. കൃത്യമായിട്ട് തീരുമാനമെടുക്കാത്ത അവസ്ഥകൾ, കൃത്യമായിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ. നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഞാനെടുത്തൊരു ചോയ്സാണ് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ളത്. ഞാൻ സംസാരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നു, ആർക്കൊക്കെയോ അതിൽ നിന്ന് ഗുണമുണ്ടാകുന്നു. അപ്പം ഞാൻ ഇത് ചെയ്യണമെന്നുള്ള ചോയ്സ് ഞാൻ എടുത്തു. എനിക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം ചെയ്യാമെന്നുള്ള ചോയ്സും എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിൽ പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ +2 പഠിക്കുമ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മളോട് പ്രണയം പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പ്രണയം പറയാനായിട്ട് പോയപ്പോഴും ഓരോ സമയങ്ങളിലും നമുക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. സോ ആ ചോയ്സ് നമ്മൾ എടുത്തു. ഒന്നെങ്കിൽ നമ്മൾ യെസ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ചോയ്സ് നമ്മൾ ഹാപ്പി ആണെങ്കിലും നമ്മൾ ദുഃഖത്തിലാണെങ്കിലും നമ്മുടെ ചോയ്സാണ് അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത്. സോ ഞാൻ പലപ്പോഴും പല ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുന്നിൽ കരഞ്ഞിട്ടുള്ള ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കരയുന്നതിൻ്റെ കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മുൻപെപ്പോഴോ എടുത്തതായിട്ടുള്ള ചോയ്സാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റൻസിനെ തീരുമാനിക്കുന്നത് നമ്മളുടെ മുൻപുള്ള ചോയ്സ് തന്നെയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും എടുത്തതായിട്ടുള്ള ചോയ്സാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ഈ മൊമെൻറ്റിൽ നമ്മളെ എത്തിച്ചിട്ടുള്ളത്. പലപ്പോഴും ചില ചോയ്സുകൾ എടുക്കുന്ന സമയത്ത് തീരാത്ത വേദനകളായിട്ടത് മാറാറുണ്ട് എന്നുള്ളതാണ്. പല പ്രണയബന്ധങ്ങളിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ട്രോമയായിട്ട് വരുന്നവർ, ഗിൽറ്റായിട്ട് വരുന്നവർ, ഈ വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ചില ആളുകൾ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ ചെക്ക് ചെയ്യുകയാണ് ഇതിൽ ആരാണ് എനിക്ക് പറ്റിയത്, എന്നിട്ട് അതിൽ എനിക്ക് പറ്റിയ ഒരാളുടെ അടുത്തേക്ക് അയാൾ മൂവ് ചെയ്യുകയാണ്.
അത് ചിലപ്പം ഇനിഷ്യലി കണ്ട ഫേസ് ആയിരിക്കില്ല പിന്നെ അയാളുടേത് കാണുന്നത്. അയാളുടെ തനി സ്വഭാവം ചിലപ്പോൾ പുറത്തു വരുന്നത് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീല് ഉറപ്പിച്ചോ അത് എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഒരു ബന്ധത്തിലേക്ക് പോയി, എനിക്ക് കഠിനമായിട്ടുള്ള വിഷമം വന്നു എന്ന് സങ്കല്പിക്കുക. അതൊരു പ്രണയബന്ധമാണ് എന്ന് തൽക്കാലം വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു ബന്ധമാണ് എന്ന് വിചാരിക്കുക. ആ ബന്ധത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വളരെയധികം ഒരുമിച്ച് കൊണ്ടു നടന്നതിന് ശേഷം, പല സ്വപ്നങ്ങളും എൻ്റെ മനസ്സിലേക്ക് വിതറിയതിന് ശേഷം, എനിക്ക് കഠിനമായിട്ട് ഒരുപക്ഷെ എനിക്ക് കാരണം പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതായിട്ടുള്ള അകാരണമായിട്ടുള്ള ദുഃഖം, ഭാരം, വേദന സമ്മാനിച്ചിട്ട് പോകുന്നതായിട്ടുള്ള മനുഷ്യരുടെ പിടിയിൽ ചിലപ്പോൾ ഓരോ വ്യക്തികളും പെട്ടുപോകാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ബന്ധത്തിൽ നിന്നുള്ള വേദന നമ്മൾ അനുഭവിച്ചു. അതിനുശേഷം നമ്മൾ ആ വേദനയോടുകൂടി അടുത്തൊരു ബന്ധത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വേദന കുറഞ്ഞപ്പം നമ്മൾ വേറൊരു ബന്ധത്തിലേക്ക് പോവുകയാണ്. ആ ബന്ധത്തിൽ നിന്നും നമുക്ക് സമാനമായിട്ടുള്ള സെയിം പെയിൻ നമുക്ക് കിട്ടുകയാണ്. അതിനുശേഷം ആ പെയിനും വഹിച്ചുകൊണ്ട് നമ്മൾ 3ാമത്തെ ബന്ധത്തിലേക്ക് പോവുകയാണ്. അവിടുന്നും നമുക്ക് സെയിം റിജക്ഷൻ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ചിലർ ചിലപ്പോൾ 4, 5, 6 എന്നും പറഞ്ഞ് അങ്ങനെ പോവും. ഞാൻ പറയാം, ഈ 4, 5, 6 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം തന്നെ ഒരു 10 ബന്ധമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രജ്ഞനെ പോയി കാണുന്നത് വളരെ നല്ലതാണ്. അവിടെ വേറെന്തോ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞാൻ പറയുന്നത്, ഓരോ ബന്ധത്തിൽ നിന്നും നമുക്ക് സെയിം പെയിൻ കിട്ടുന്നു. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ചോയ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ആക്ഷൻ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് സെയിം പെയിനാണ്. ഇത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർമ്മത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സംതിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കർമ്മത്തിൽ നമുക്കിങ്ങനെ തിരിച്ചടികൾ കിട്ടുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ പാസീവായിട്ടുള്ള അവസ്ഥയും ചിലപ്പോൾ നെഗറ്റീവ് കർമ്മമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്താണേലും നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക്, എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ കോൺഷ്യസ്നെസ് ഇതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോകാതെ, ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇമ്പൾസീവായിട്ട് ഇൻസ്റ്റിങ്ച്വലായിട്ട് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോ എടുത്തുചാട്ടങ്ങളും എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യൻ ഈ കുഴി ചാടുന്നത് വേറുള്ള ആളുകളുടെ പ്രേരണ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രേരണ, അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹം എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ചില കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവന് അല്ലെങ്കിൽ അവൾക്ക് ഒത്തിരി പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കാമുകനുണ്ട്, കാമുകയുണ്ട്, എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അതൊരു കുറവല്ല, അതൊരു കൂടുതലാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചിലരെന്ത് ചെയ്യും, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ഞാനൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, ഞാൻ ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് ചാടി പോകുന്നു. ഇങ്ങനെ ആകുന്ന സമയത്താണ് പലപ്പോഴും ഈ എടുത്തുചാട്ടം നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് തരുമെന്നുള്ളതാണ്. സോ മനസ്സിൻ്റെ ഭാരവും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പെയിൻ വൺ ഡേ അവസാനിക്കുന്നുള്ളതാണ്. അത് നിങ്ങൾ എപ്പോഴാണോ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ആ സമയത്താണ് ആ പെയിൻ അവസാനിക്കുന്നത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തണം. നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ മനസ്സിൻ്റെ ഡീപ്പർ ലെവലിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനുള്ള നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നതായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ആളുകൾ, അവരെയും കൂടി മാനിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് തിരിച്ചടി ഉണ്ടാകും. ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആരും നമ്മോടൊപ്പം ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു കാര്യം. പക്ഷെ നമ്മൾ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭാരങ്ങളെ ഇറക്കി വെക്കാനും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെയിൻ ഇല്ലാതെയാകും, നമ്മൾ പുതിയൊരു ഫേസിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓൾ ഓഫ് എ സഡൻ ഈ പെയിനൊക്കെ നിന്നിട്ട് നമ്മൾ അടുത്ത ആളുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങ് എല്ലാം നന്നാവുന്നല്ല. അതിലും ചെറിയ അസ്വാരസ്യതകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലത് സ്മൂത്തായിട്ട് പോയേക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നമുക്ക് പതിയെ അത് മനസ്സിലാവും. നമ്മളോടൊപ്പം നിൽക്കേണ്ട ആളുകൾ നമ്മളായിരിക്കുമ്പോൾ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള മനുഷ്യബന്ധങ്ങൾ, വിവാഹബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ ഒക്കെ വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദേശം ഡെലിവർ ചെയ്യണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാനിതിലേക്ക് എത്തിപ്പെട്ടതും. നെക്സ്റ്റ് ഈസ് അബൌട്ട്, പലപ്പോഴും നമുക്ക് കാരണമില്ലാത്ത ഒരു കുറ്റബോധം ഉണ്ടാകും. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ തന്നെ പല കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് പറയുന്ന സുഹൃത്തുക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്ക് കുത്തി സംസാരിക്കുന്ന ബന്ധുക്കളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാകുന്നു, ഒരു പരാജയബോധം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, ഇത് നിൽക്കുന്ന ഒരു സമയമുണ്ട്. അത് നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ കർമ്മത്തിൻ്റെ ഡെപ്റ്റിൽ നിന്ന് മുക്തി പ്രാപിച്ചത്. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മുടെ ഉള്ളിൽ അത് ഹീലാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ആ ഡെപ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ ഡെപ്റ്റ് തീർക്കണമെങ്കിൽ നമ്മൾ ഫർദർ ആയിട്ടുള്ള കർമ്മം ചെയ്യണം എന്നുള്ളതാണ്.
ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ പേഷ്യൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതും ഒരു കർമ്മമാണ് എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചത് നിസ്സംഗമായിട്ടിരിക്കുക എന്നുള്ളതല്ല, പേഷ്യൻ്റായിട്ടിരിക്കുക. ചില കാര്യങ്ങളിൽ ചില ബന്ധങ്ങൾ നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻ്റായിട്ടിരിക്കണം. നമ്മുടെ അല്ലാത്ത കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതിൽ ഫോക്കസ് ചെയ്യണം. അപ്പം ഈ പേഷ്യൻസ് പ്ലസ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ചില ആക്ഷൻസ് അതൊരു ബന്ധം ഉണ്ടാക്കാനായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, ക്രിയേറ്റീവ് ടാസ്കിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ കൂടെ സഞ്ചരിക്കുമ്പം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ബന്ധം നിങ്ങളുടെ മുന്നിലേക്ക് പതിയെ പ്രപഞ്ചം കൊണ്ടുവന്ന് എത്തിക്കും. അത് ചിലപ്പോൾ വേറെ വ്യക്തികളിൽ കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡൻറ്റിൽ കൂടിയായിരിക്കും, അല്ലെങ്കിൽ അത് നാച്ചുറലി അങ്ങനെ നടക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് കാരണമില്ലാത്തതായിട്ടുള്ള കുറ്റബോധവും ആത്മസംഘർഷങ്ങളും കുറയുമെന്നുള്ളതാണ്. ഇത് നമ്മളുടെ കാർമിക് ഡെപ്റ്റ് കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈനാണ്. സോ അറ്റ് ദിസ് മൊമെൻറ്റ് വി ഫീൽ ദാറ്റ് ലൈഫ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് ഫൈറ്റ് എന്നുള്ളത്. അതായത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു യുദ്ധമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയാണ്. ഒരു വാറല്ല അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പലരും പറയുന്നുണ്ട് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യണം, വിജയിക്കണം. ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ഫൈറ്റ് അല്ല ചെയ്യേണ്ടത്. ഫൈറ്റ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആരെ അറ്റാക്ക് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ബൗണ്ടറി വെച്ച് അസേർട്ടീവ് ആയിക്കൊണ്ട് നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പല തിരിച്ചടികളും തരാനായിട്ട് പല ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷേ അതിലൊന്നും പതറാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയം കാണുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് പഴയ മുറിവുകളെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ വൈകാരിക തീവ്രത വളരെ കുറയും. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുക പോലുമില്ല. ആരെങ്കിലും പറഞ്ഞാൽ പോലും അതൊരു വേസ്റ്റ് ഓഫ് എനർജി, അവരുടേത് ആണ് എന്ന് നമ്മൾ കരുതുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പതിയെ വന്നു തുടങ്ങുമെന്നുള്ളതാണ്. ചിലതിനൊരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും പ്രപഞ്ചം നമുക്ക് വേണ്ട വാതിലുകൾ തുറന്നു തരും. പക്ഷേ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, വാതിലുകളിൽ മുട്ടിക്കൊണ്ടുമിരിക്കണം. തുറക്കാത്ത വാതിലുകളെ നോക്കി നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കാനും പാടില്ല. ഇങ്ങനെ ആകുന്ന സമയത്ത് ഉള്ളിൽ പുതിയൊരു സ്വാതന്ത്ര്യ ബോധം നമുക്ക് ഫീൽ ചെയ്യും. മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമ്മളെ ചലിപ്പിച്ചുകൊണ്ടുമിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കർമ്മത്തിന്റെ കടങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ജീവിതം പെട്ടെന്ന് മാറുന്നില്ല. പക്ഷേ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന വാതിലുകൾ ഓരോന്നായിട്ട് തുറക്കാനും തുടങ്ങും. സോ നമ്മളെ ജീവിതത്തിനെക്കുറിച്ച് തന്നെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനം ചെയ്യുമ്പോൾ, നമ്മൾ പലപ്പോഴും ധ്യാനം ചെയ്യേണ്ടത്, പലരും പഠിപ്പിക്കുന്നത്, ചില റിലീജിയസ് ലീഡേഴ്സൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മതഗ്രന്ഥം എടുത്തു വെച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ ധ്യാനിക്കാനാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിനെ പ്രതി എന്തുകൊണ്ട് ഞാൻ കരഞ്ഞു, എന്തുകൊണ്ട് ഞാൻ ചിരിച്ചു, എന്തുകൊണ്ട് ഞാൻ സന്തോഷിച്ചു, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ബന്ധത്തിൽ പോയി, അതിൻ്റെ പരിണിത ഫലങ്ങളെ ഞാൻ ദുഃഖം കൊണ്ടല്ലാതെ വേറെന്തെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, എത്രമാത്രം ഞാൻ പ്രാക്ടിക്കലാണ്, എത്രമാത്രം ഞാൻ സ്ട്രാറ്റജിക്കലാണ്, എത്രമാത്രം എൻ്റെ ഇൻ്റലിജൻസിനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ എൻ്റെ ബോധമണ്ഡലം, അല്ലെങ്കിൽ എൻ്റെ ഈ എക്സ്പാൻഡ് അവയർനെസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഞാൻ എത്രമാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഡീപ്പറായിട്ടുള്ള ക്ലാരിറ്റി ലൈഫിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തെളിഞ്ഞു വരുന്നു. ഞാൻ പറയുകയാണ്, നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് കർമ്മമാണ്. നമ്മൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് പോലെയാണ്. ഒരു കർമ്മം മറ്റൊന്നിനെ സ്വാധീനിക്കും, മറ്റു വ്യക്തികളെ സ്വാധീനിക്കും. അതുകൊണ്ട് നമ്മുടെ കർമ്മം മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ട് മാത്രം ഭവിക്കട്ടെ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി, പ്യുവറായിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വൻ സമ്മാനങ്ങളാണ് പ്രപഞ്ചം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾ പോപ്പുലർ ആകും, നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാകും, നിങ്ങൾക്ക് ഒരുപാട് സമാധാനത്തിലുള്ള ജീവിതം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ശാന്തമായിട്ടുള്ള ഒതുങ്ങിയ ജീവിതമാണെങ്കിൽ അത് വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ കർമ്മം അങ്ങോട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടിയിരിക്കുമെന്നുള്ളതാണ്. സോ നമുക്ക് ആരുടെയും ഒന്നും പിടിച്ചു പറിക്കേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേത് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ കർമ്മം ചെയ്യുക. അപ്പോൾ കർമ്മയാണ് ദ കീ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ ഈ സന്ദേശം ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.